അപ്പോൾ നമുക്ക് കിഫ്ബി ഇല്ലെങ്കിൽ നമുക്ക് ദേശീയപാത ഇല്ല. 5550 കോടി നമുക്ക് വഹിക്കേണ്ടി വന്നു. ഇന്ത്യയിൽ ഒറ്റ സംസ്ഥാനത്തിന് ദേശീയപാത വികസനത്തിൻ്റെ ചെലവ് വഹിക്കേണ്ടി വന്നിട്ടുള്ളൂ. അത് കേരളത്തിലാണ്. നമ്മളെടുത്ത് കൊടുത്തത് എവിടെ നിന്ന്? കിഫ്ബിയിൽ നിന്നാണ്. കിഫ്ബി ഇല്ലെങ്കിൽ മലയോര ഹൈവേ ഇല്ല, കിഫ്ബി ഇല്ലെങ്കിൽ തീരദേശ ഹൈവേ ഇല്ല, കിഫ്ബി ഇല്ലെങ്കിൽ ജലപാതയില്ല, കിഫ്ബി ഇല്ലെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും കാണുന്ന ഈ കണ്ണഞ്ചിപ്പിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനമില്ല. ഇപ്പം എൻ്റെ മണ്ഡലത്തിൻ്റെ കാര്യം പറഞ്ഞാൽ 118 കോടിയുടെ കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ളതാണ്. ഒരേ സമയം അത് ജലം സംഭരിക്കാൻ സഹായിക്കുന്നു എന്ന് മാത്രമല്ല, മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുകയും കുറ്റിപ്പുറത്തേക്കുള്ള ദൂരം 5 മിനിറ്റാക്കി കുറയ്ക്കുകയും ചെയ്യുന്നു. അത് എൻ്റെ പ്രത്യേകത തറക്കല്ലിട്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ പണി പൂർത്തിയായി എന്നുള്ളതാണ്. കിഫ്ബിയുടെ വേറൊരു പ്രത്യേകത, ഒന്ന് ഗുണമേന്മ ഉറപ്പുവരുത്തുന്നു, 2 വേഗത്തിൽ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നു. നമ്മൾ ഇതുവരെ കേരളം കണ്ട് ശീലിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കല്ലിടും, നാട് മുഴുവൻ കല്ലിടും, ആ കല്ല് കല്ലായിട്ട് തന്നെ അവശേഷിക്കും. ഇപ്പോൾ കാണുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇട്ട കല്ല് വളരുന്നു എന്നതാണ്. അത് പാലമാവുന്നു, അത് റോഡാവുന്നു, അത് സ്കൂളാവുന്നു, അത് ആശുപത്രിയാവുന്നു, അത് സയൻസ് പാർക്കാവുന്നു, ഇങ്ങനെ. അപ്പോൾ കല്ലിന് വളർച്ച ഉണ്ടാവുന്നൊരു കാലമാണ്. അപ്പോൾ കല്ലിട്ടാൽ അവിടെ ഒരു എന്തിനാണോ കല്ലിട്ടത് അത് യാഥാർത്ഥ്യമാവും എന്ന് ഉറപ്പുവരുത്തിയതിൽ കിഫ്ബിക്ക് ഒരു പ്രധാനപ്പെട്ട പങ്ക് ഉണ്ട്. ഈ പാലത്തിൻ്റെ പ്രത്യേകത, തറക്കല്ലിട്ടത് അന്ന് ഞാനാണ് 3 വർഷം മുമ്പ്. ഇപ്പോൾ അത് വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്നത് ഓൺലൈനിലാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് മന്ത്രിമാർക്ക് നേരിട്ട് ജലവിഭവ മന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുന്നു. പക്ഷെ ഒരേ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തറക്കല്ലിട്ട് അതേ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പൂർത്തിയാവുക എന്നത് ഒരു അസാധാരണമായിട്ടുള്ള കാര്യമാണ്, കേരളത്തിന് മുമ്പ് പരിചിതമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അത് യാഥാർത്ഥ്യമാക്കുന്നതിൽ കിഫ്ബിക്ക് ഒരു പങ്കുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ 1 ഡസനിലേറെ സ്കൂളുകൾക്കാണ് കിഫ്ബിയുടെ സഹായം കിട്ടിയത്. 3,90,00,000 വീതം കിട്ടിയ 6 സ്കൂളുകളുണ്ട്. 1,30,00,000 വീതം കിട്ടിയ 3 സ്കൂളുകളുണ്ട്. ബാക്കി സ്കൂളുകൾക്കെല്ലാം 1 കോടി. ഇതൊന്നും നമുക്ക് ഈ കിഫ്ബി വരുന്നതിന് മുമ്പ് സങ്കല്പിക്കാൻ പറ്റുമായിരുന്നില്ല. ഞാൻ MPA ആയിട്ടുണ്ടായിട്ടുണ്ട്. MPA ആകുമ്പോൾ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഈ PTA-ക്കാരും HM എല്ലാം വന്ന് കാര്യമായിട്ട് സ്കൂളിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി നന്നായിട്ടൊക്കെ ഒന്ന് സൽക്കരിച്ച് ചായയും പലഹാരമൊക്കെ കഴിപ്പിച്ച് പിന്നെ സ്വാഗത പ്രസംഗത്തിനൊന്ന് പുകഴ്ത്തി ഒരു കവറെടുത്ത് തരും. 5 ലക്ഷം വേണം, അല്ലെങ്കിൽ 10 ലക്ഷം വേണം. അതിനപ്പുറം ചിന്തിക്കാൻ സർക്കാർ സ്കൂളുകൾക്ക് കഴിയുമായിരുന്നില്ല. ആ സ്ഥാനത്ത് ഇപ്പോൾ കിട്ടുന്നത് മിനിമം 1 കോടിയാണ്. അത് 4 കോടി വരെ കിട്ടുന്നു, 5 കോടിയൊക്കെ കിട്ടിയ സ്കൂളുകളുണ്ട്. അപ്പോൾ ആ മാറ്റം ഇന്ന് എൻ്റെ മണ്ഡലത്തിൽ 22 സ്കൂളിന് ഫണ്ട് വന്നു. 19 സ്കൂൾ, 3 എണ്ണം ഇപ്പോഴാണ് വന്നത്. 19 സ്കൂളുകളുടെ തറക്കല്ലിട്ടു, 18 പൂർത്തിയായി, 19ാമത്തെ പൂർത്തിയാവാനിരിക്കുന്നു. അപ്പോൾ വേഗത കൂടി ഇതിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ കിഫ്ബി വഴി കേരളത്തിലുടനീളം നിരവധി സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യം വൻതോതിൽ വർദ്ധിപ്പിക്കാനായി, പ്രത്യേകിച്ച് ജില്ലാ ആശുപത്രികളിലേക്ക്. അങ്ങനെയാണ് ജില്ലാ ആശുപത്രികളിൽ ഇപ്പോൾ ഹൃദയമാറ്റിവെക്കൽ വരെ ഉള്ള സൗകര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നതിൽ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. നാട് നിങ്ങൾ എത്ര പാലങ്ങളും റോഡുകളാണ് കിഫ്ബി ഉണ്ടാക്കിയിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.